കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPIM നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം നടക്കും. പാനൂർ തെക്കുംമുറിയിലാണ് സ്മാരകം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, ഗോവിന്ദ മാഷ് പങ്കെടുക്കുമോ? വേണു 5 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല, പക്ഷേ പങ്കെടുക്കും എന്ന നിലയ്ക്ക് തന്നെയാണ് നേതാക്കളും പ്രാദേശിക നേതാക്കളും ഒപ്പം MV ഗോവിന്ദൻ അടക്കമുള്ളവരും നമ്മളോട് നേരത്തെ അറിയിച്ചത്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം നേരത്തെ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ വ്യക്തതയുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞതുമില്ല. 2015 ജൂൺ 6-നാണ് പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനത്തിൽ ഇരുവരും സുബീഷും ഷൈജുവും കൊല്ലപ്പെടുന്നത്. ഇതിന്മേൽ CPM പറയുന്നത് ഈ കഴിഞ്ഞ 8 വർഷത്തിനിടെ തുടർച്ചയായി രക്തസാക്ഷി അനുസ്മരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ പുതുതായി സംഭവിച്ചത് അവിടെ ഒരു സ്മാരക മന്ദിരവും സ്തൂപവും നിർമ്മിച്ചു എന്നത് മാത്രമാണ്. നേരത്തെ സ്തൂപം ഉണ്ടായിരുന്നു, അതിനോട് ചേർത്ത് അത് നവീകരിച്ച് പുതിയൊരു സ്മാരക മന്ദിരവും കൂടി ചേർന്ന് നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് വിവാദം ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം RSS അടക്കം പലരും സമാനമായി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്കായി അല്ലെങ്കിൽ നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്കായി സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന ന്യായവാദവും അവർ പറയുന്നുണ്ട്. അവിടെ പ്രാദേശിക നേതൃത്വവും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തിരുത്തിൻ്റെ ആവശ്യകതയേ ഇല്ല. കാരണം ഇത്രയും കാലത്തിനിടയ്ക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തിരുത്ത് വേണം എന്ന് പാർട്ടിക്കോ പ്രാദേശിക ഘടകത്തിനോ നേതൃത്വത്തിനോ ഒന്നും തോന്നിയിട്ടുമില്ല. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തതയുള്ള അഭിപ്രായം പറഞ്ഞത് P ജയരാജൻ, അതായത് ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനാണ്. ഒപ്പം EP ജയരാജനും അദ്ദേഹവും ഇരുവരുമാണ് ഈ വിഷയത്തിൽ വ്യക്തതയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത്. അവർ പറഞ്ഞത് RSSന് എതിരായ ചെറുത്തുനിൽപ്പാണ്. ആ ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഭാഗമായി ജീവാർപ്പണം ചെയ്യേണ്ടി വന്നവരാണ്. ആ നിലയ്ക്ക് അവർ രക്തസാക്ഷികൾ തന്നെയാണ്. അതിൻ്റെ ചരിത്രം, പ്രാദേശികമായ ചരിത്രം കൂടി വിലയിരുത്തി മാത്രമേ വിലയിരുത്താൻ കഴിയുള്ളൂ. അതായത് ഇന്ത്യൻ പിനൽ കോഡിൻ്റെ അളവുകോൽ വെച്ച് ആ കാര്യങ്ങളെ കാണാൻ കഴിയില്ല എന്ന വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിപുലമായ പരിപാടിയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 5 മണിയോടുകൂടി റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കും. CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന സമിതി അംഗം P ജയരാജൻ എന്നിവരും ഇതേ പരിപാടിയിൽ ക്ഷണിതാക്കളാണ്. അവരും പങ്കെടുക്കും. വലിയ തോതിലുള്ള ജനകീയ പങ്കാളിത്തത്തോടുകൂടി അല്ലെങ്കിൽ പാർട്ടി അണികളുടെയും അനുഭാവികളുടെയും വിപുലമായ പങ്കാളിത്തത്തോടു കൂടിയുള്ള പരിപാടികൾ എന്ന നിലയ്ക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിലിപ്പോൾ ഈ പറഞ്ഞ നേതാക്കൾ, നേരത്തെ സൂചിപ്പിച്ച നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്.